പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഈ ശനിയാഴ്ച രാത്രി സമയത്ത് നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിനെ അർപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും പ്രത്യേക സ്നേഹവന്ദനം. നമുക്ക് അല്പസമയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് ഞങ്ങൾ പാടുവാൻ പോകുന്ന സോങ് ഈ ലോക്ക്ഡൗൺ തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ദൈവം തന്ന വരികളാണ്. ട്യൂണും കൂടെ, വരിയും ട്യൂണും ഒരുമിച്ചാണ് ദൈവം തന്നത്. അത് ഞാനിതിനു മുന്നേ ലൈവിൽ പാടിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് മൈക്കൊന്നും ഇല്ലായിരുന്നു, മിക്സറിലായിരുന്നു, അല്ലാതാണ് പാടിയിട്ടുള്ളത്. എന്നാൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ആ സോങ് പാടുവാൻ ഒരു നിയോഗം തന്നുകൊണ്ടാണ്. ആ ദൈവത്തിന്, ഞങ്ങളുടെ ടീമിൻ്റെ പേര് ഗ്ലോറി ടു ജീസസ് പത്തനാപുരം എന്നാണ്. ആ യേശുവിന് മഹത്വം അർപ്പിക്കുന്ന ആ ഒരു തീമിനോട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഈ സോങ് ദൈവം തന്നത്. മഹത്വം മഹത്വം യേശുവിന്, സർവസ്തുതിയും യേശുവിന്, ഹല്ലേലൂയ. നിത്യമായ ജീവൻ നൽകിയവന്, ഹല്ലേലൂയ. കൃപമേൽ കൃപ പകർന്നവന്, ഹല്ലേലൂയ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. ഇതിൻ്റെ കോറസ് പാട്ട് ഹല്ലേലൂയ എന്നാണ്. ആമേൻ ഹല്ലേലൂയ എന്നാണ്. യേശുവിന് മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ. ആ ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് പാട്ടുകളിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവദാസന്മാർ ഹല്ലേലൂയ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന, നമ്മൾ എന്ത് ചെയ്താലും ആ യേശുവിന് മഹത്വം അർപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ പ്രവൃത്തിയിൽ. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. മഹത്വം മഹത്വം യേശുവിന്, ഹല്ലേലൂയ. സർവസ്തുതിയും യേശുവിന്, ഹല്ലേലൂയ. നിത്യമായ ജീവൻ നൽകിയവന്, ഹല്ലേലൂയ. കൃപമേൽ കൃപയെ പകർന്നവന്, ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, ഹല്ലേലൂയ. സർവസ്തുതിയും യേശുവിന്, ഹല്ലേലൂയ. നിത്യമായ ജീവൻ നൽകിയവന്, ഹല്ലേലൂയ. കൃപമേൽ കൃപയെ പകർന്നവന്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രക്ഷാദാനമായി നൽകിയ യേശുവേ, ജീവ
ജീവനെ നൽകി പ്രാണനെ നൽകി ക്രൂശിന്മേലെനിക്കായി യേശുവേ. ജീവനു രക്ഷ പ്രാണനു രക്ഷാദാനമായി നൽകിയ യേശുവേ. ജീവനെ നൽകി പ്രാണനെ നൽകി ക്രൂശിന്മേലെനിക്കായി യേശുവേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. മാറ്റി ശാപത്തെ മാറ്റി രോഗത്തെ മാറ്റിയ യേശുവേ. സ്വർഗത്തെ നൽകി നിത്യത നൽകി ജീവനെ പുതുക്കിയ യേശുവേ. പാപത്തെ മാറ്റി ശാപത്തെ മാറ്റി സ്നേഹത്തെ നൽകിയ യേശുവേ. സ്വർഗത്തെ നൽകി നിത്യത നൽകി ജീവനെ പുതുക്കിയ യേശുവേ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിൻ ഹല്ലേലൂയ. സർവസ്തുതിയും യേശുവിൻ ഹല്ലേലൂയ. നിത്യമായ ജീവൻ നൽകിയവന് ഹല്ലേലൂയ. കൃപമേൽ കൃപയെ പകർന്നവന് ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന് ഹല്ലേലൂയ. സർവസ്തുതിയും യേശുവിന് ഹല്ലേലൂയ. നിത്യമായ ജീവൻ നൽകിയവന് ഹല്ലേലൂയ. കൃപമേൽ കൃപയെ പകർന്നവന് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പാട്ടുകൾ കൂടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. അടുത്തായിട്ട് പാടുവാൻ പോകുന്നത് ആ ഒരു ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സോങ്ങാണ്. എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കുറച്ച് പഴയ ഒരു പാട്ടാണ്. ദൈവത്തിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു സോങ്ങാണ്. നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഇടയ്ക്ക്. കാരണം ഞങ്ങളെന്നും കണക്ട് ചെയ്യുന്നത് മൊബൈൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇതുവരെയായിട്ടും നെറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്രയും
സെറ്റപ്പ് ഇത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നെങ്കിലും അതും മൊബൈൽ വെച്ചുള്ള നെറ്റിൽ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോള് അതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇടയ്ക്കൊന്ന് കട്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൈവ് കട്ട് ചെയ്തിട്ട് പോകരുത്. അത് കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവും. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമം ഉയർന്നിടട്ടെ എന്നുള്ള സോങ്ങാണ് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം.
രക്ഷയ്ക്കുമായി തീർന്നീടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ തീർന്നീടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഹല്ലേലൂയ. നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. വീഡിയോ ഇടയ്ക്ക് കട്ടായി പോകും, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അടുത്തായിട്ട് പാടുവാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, നമ്മൾ ഒരുപാട് പാടി ആരാധിച്ചിട്ടുള്ള ഒരു സോങ്ങാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഡിസംബർ ടൈമിൽ ഒരുപാട് ഇത് കൂടുതൽ കേൾക്കുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോക നാഥന മശിഹ. ആ മശിഹയുടെ നാമം, ആ യേശുവിൻ്റെ നാമം, അതിൻ്റെ കോറസ് എല്ലാവർക്കും പരിചിതമാണ് എന്ന് ലോകത്തുള്ള സകല ക്രിസ്ത്യൻസ്, അതായത് ദൈവത്തെ ആരാധിക്കുന്ന, യേശുവിനെ മഹത്വപ്പെടുന്ന സകല മനുഷ്യരും പാടുന്ന ഒരു സോങ്ങാണ് ഹാ ഹാ ഹല്ലേലൂയ എന്ന് തുടങ്ങുന്ന ആ സോങ്. ഇത് എത്ര പേർ ഇത് അതിൻ്റെ വരികൾ ഉൾക്കൊണ്ടുകൊണ്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്ന മഹോന്നതനാകുന്ന ദേവനെ, ആ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന, അതായത് സ്വർഗീയ ദൂതന്മാർ വാഴ്ത്തി സ്തുതിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമത്തെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തെയാണ് നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു സോങ് പാടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും അത് നഷ്ടമായി പോകത്തില്ല, അനുഗ്രഹത്തിന് കാരണമാകത്തുള്ളൂ. കാരണം ആ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ, ആ ഒരു വാചകമാണ് നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുന്ന ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പാടുക. ആ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് സകല മഹത്വവും ആ യേശുവിനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
നിത്യതാതനാം വീരനാം ദൈവം ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനം മശിഹാചക്രം അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനം വീരനാം ദൈവം ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനം മശിഹാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മശിഹാ കോടാകൂടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ ഹല്ലേലൂയ. നമ്മൾ ഇത്ര നേരം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമായിരുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ അല്പസമയം ദൈവവചനം ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാരും സ്കിപ്പ് അടിച്ചു പോകരുത്. ഞാൻ എൻ്റെ ലൈവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഹാഫ് അവർ കൂടിപ്പോയ 30 മിനിറ്റ്, അതിൽ കൂടുതൽ ഞങ്ങൾ അധികം എടുക്കാറില്ല. അതിനുള്ളിൽ പാട്ടുകൾ പാടും, അതുപോലെ ദൈവവചനം സംസാരിക്കും. അതുകൊണ്ട് അധികം ടൈം എടുക്കത്തില്ല. ഞാൻ ഒരു വാക്യം മാത്രം വായിക്കുന്നു. കൊലോസ്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിപ്പിൻ. ഈ ഒരു ദൈവവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. ഒരുപാട് ഇതിനോട് ബന്ധപ്പെടുത്തിയുള്ള വചനം ഉണ്ട്. ഇതിനു മുന്നേ ഞാൻ വായിച്ചു വിട്ടപ്പോൾ ഈ ഒരു ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ നമ്മൾ വാക്കിനാൽ, നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് നമ്മുടെ വായിൽ നിന്ന് പല വാക്കുകൾ വരുമായിരിക്കാം. പലപ്പോഴും നമ്മൾക്ക് ദേഷ്യം അല്ലെങ്കിൽ
ദേഷ്യം വരുമ്പോൾ കൂടുതലും വായിൽ നിന്നും നമ്മുടെ ഒരു കൺട്രോളിൽ നിന്ന് പരിധി വിട്ട് കഴിയുമ്പോൾ വേണ്ടാത്ത വാചകങ്ങളായിരിക്കും വരുന്നത്. അത് മറ്റു വാക്കുകൾ പറയണമെന്നില്ല, അങ്ങനെ പറയുന്നവർ ഉണ്ട്, എന്നാലും അത് പറയണമെന്നില്ല. എന്നാലും ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ വേണ്ടാത്ത വാക്കുകൾ, അതായത് മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന വാക്കുകൾ വരും. അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അതും വായിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ വാക്കുകൾ, ആ വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ വാക്കിനാലോ പിന്നീട് പറയുന്ന ക്രിയയാലോ, ക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവൃത്തി, ആ വാക്ക് മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. ചെയ്തും. അപ്പോൾ വാക്കിനാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വാക്കിൻ്റെ, ഞാൻ പറഞ്ഞു വാക്ക്. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വേണ്ടാത്തതെല്ലാം വരും. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കിൽ നിന്ന് വരുന്നത് യേശുവിൻ്റെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാനാണ്, പറയുവാനാണ്. അപ്പോൾ വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്ന, ഇനി നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കണം. എൻ്റെ വായിൽ നിന്ന് വരുന്നത് ആ യേശുവിൻ്റെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുള്ളൂ. ആ യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അപ്പോൾ ആ പിതാവായ ദൈവത്തിന് സ്തോത്രം പറയുന്നത് എങ്ങനെ? നമ്മൾ ഓരോ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ടാണ്. അപ്പോൾ നാവ് കൊണ്ട് നമ്മൾ എന്ത് മറ്റുള്ളത് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആ യേശുവിൻ്റെ നാമത്തെ, യേശുവിന് മഹത്വം, സ്തുതി അർപ്പിക്കുക. പിന്നീട് രണ്ടാമത്തെ പറയുന്ന കാര്യം ക്രിയ, പ്രവൃത്തി. നമ്മൾ പ്രവൃത്തികൾ കൊണ്ട് പലതും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി ഒരിക്കലും എല്ലാം ഈ ലോകത്തുള്ള സകല മനുഷ്യരും പരിശുദ്ധർ അല്ലെങ്കിൽ വിശുദ്ധർ എന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നവരുണ്ട്. എന്നാൽ അത് മനുഷ്യരാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ദൈവം അല്ലാതെ ഒരുവനും ഈ ലോകത്തിൽ വിശുദ്ധരായി പരിശുദ്ധരായി ആരുമില്ല. ആരും ജനിക്കുന്നില്ല, ആരും ഈ ഭൂമിയിലായിരിക്കുന്നില്ല. കാരണം ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മല്ലത നമ്മളിൽ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ആ യേശുവിൻ്റെ നാമത്തിന്, കർത്താവായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്ന എന്തോ അത് ചെയ്യുവാനാണ് പറയുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. നമുക്ക് എന്ത് ലഭിച്ചാലും, എന്ത് നന്മ ലഭിച്ചാലും, എന്ത് സന്തോഷമായാലും, എന്ത് ദുഃഖമുണ്ടായാലും അത് യേശുവിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. നമ്മൾ വായിൽ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്. നമ്മൾ ചിലപ്പോൾ പല സമയങ്ങളിൽ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കാം. എപ്പോഴും നമ്മൾ സന്തോഷമായിരിക്കണമെന്നില്ല. എന്നാൽ അതിലും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയണം, യേശുവിൽ മഹത്വപ്പെടുത്തുവാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ ഒരു ദൈവവചനം വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലതും എന്ന് പറയുമ്പോൾ സകലതും ഒരെണ്ണം മാറ്റി വെക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വാക്കുകൾ വരുന്നു, എന്തൊക്കെ ക്രിയകൾ വരുന്നു, അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു ആ പിതാവായ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവൃത്തി ചെയ്യുന്നു, എന്ത് പറയുന്നു, അതെല്ലാം യേശുവിന് സ്തുതി അർപ്പിക്കുന്നതായിരിക്കണം. യേശുവിൻ്റെ നാമത്തെ മഹത്വം പറയുന്നതായിരിക്കണം. കാരണം നമ്മൾ പാപത്തിലായിരുന്നു, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു. എന്നാൽ യേശു നമ്മളെ വിലക്കെടുത്തു. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമുക്കായിട്ട് പിതാവായ ദൈവം നൽകി. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തു. ആ നിത്യജീവന്, നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കി തീർത്തു. അതുകൊണ്ട് ആ നിത്യതയിൽ ചെന്നെത്തുവാൻ നമ്മുടെ വാക്കിനാൽ, നമ്മുടെ ക്രിയയാൽ എന്ത് ചെയ്യുന്നു അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ചെയ്യുവാൻ ഇടയായിത്തീരണം. വരും ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ആ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, സ്തോത്രം കൊടുക്കുന്നത്. കാരണം ഇന്ന് നമ്മളിൽ വസിക്കുന്നത് ആ ഒരു പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവാണ് നമ്മൾ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ നാവിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രവൃത്തി എല്ലാം ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. ഈ ഒരു ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം മുന്നേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു തീരുമാനത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബ് നമുക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുനാഥ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. വൈസമയങ്ങളുടെ സന്നിധിയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ലൈവിലായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുമാറിനെ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് സഹായിക്കുമാർ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനയായി കിട്ടിക്കുക ശ്രമേശുന്നാൽ തന്നെ ഏമേൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾക്ക് നെറ്റിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു വീഡിയോ. എല്ലാവരും ക്ഷമിക്കണം. കാരണം ഞങ്ങൾ ഒരുപാട് എഡിറ്റിങ് ചെയ്താണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ അത് വീഡിയോ കട്ടായി പോകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ഉള്ളപ്പോൾ കട്ടായി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഞങ്ങളുടെ ലൈവ് വാച്ച് ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് അനുഗ്രഹമായി ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.